ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തമിഴ്നാട് സ്റ്റൈലിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഉണക്കമീൻ കൊണ്ട്. ഇതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു 10-25ഓളം ചെറിയുള്ളി ഉണ്ടാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കുടം വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. മതിയാവും ഇത്ര ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതാ 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ചു. അതിലോട്ടൊരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ വെന്തയം ഇട്ട് കൊടുക്കാം. ഉലുവ, അതിലോട്ട് അരമുറി സവാള, ഒരു 2-3 പച്ചമുളക്. ഇതിലോട്ട് തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഇത്ര മതിയാവും. എന്താ ഒരു നാരങ്ങ വലിപ്പത്തിൽ ഞാൻ വാളൻപുളി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിൽ ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് ലേശം ഗരം മസാലപ്പൊടി ഇപ്പം തന്നെ ചേർക്കാം. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് അതിന്. അതിനകത്ത് ഞാൻ ആ പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാം. ഈ ജാറ് കഴുകിയിട്ട് ഒഴിക്കാം. 2ാം പാലില്ലേ അത് എടുത്തിട്ട് ഞാൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി തിളച്ചിട്ട് ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ അയില ചെമ്പാനെന്ന് പറയാം കേട്ടോ. ഇനി ഇതിട്ട് കൊടുക്കാം. കേട്ടോ, അതിട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ മീനും ഇതൊന്നൊക്കെ കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. മീനൊക്കെ വെന്ത് തുടങ്ങി. ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി ഉണ്ടാക്കിയാൽ. ഏത് ഉണക്കമീനിൽ വേണമെങ്കിലും ഇങ്ങനെ കറി വയ്ക്കാം. എന്തായാലും ഇതിനൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. Bye.